ബീച്ചിൽ പോയി വഴി തെറ്റി കാട്ടിലെത്തിയ വീഡിയോൻ്റെ തേർഡ് പാർട്ടാണിത്. മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ കണ്ട വഴി വളരെ എസ്തെറ്റിക് ആയിരുന്നു. നല്ല കാട്, ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന വഴി. പക്ഷേ ഇത് ഇടുങ്ങാണ്, പിന്നെയും കാട്ടിലേക്ക് പോവാണ്. ചൂടി നടന്നപ്പോൾ പിന്നെയും ബീച്ച് കാണാൻ പറ്റി. അപ്പോൾ ഒരു സമാധാനം. അങ്ങനെ പോയപ്പോണ്ട് എഗെയിൻ ഒരു ഡയറക്റ്റ് റോഡ്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ അവിടെ ബീച്ചിലുള്ളൊരു സൈൻ ബോർഡ് ഉണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഇത്ര വരെ വന്നില്ലേ, അവിടെ കൂടെ പോയാൽ ബീച്ച് എത്തും, നമുക്ക് പിന്നെ അതിൽ പോവാം. അങ്ങനെ അതിൽ പോയപ്പോൾ ഒരു വൈറ്റ് സാൻഡ് ബേ എന്ന് പറഞ്ഞ ബീച്ചിലേക്കുള്ള ഒരു സൈൻ ബോർഡ് കണ്ടു. ഞങ്ങൾ അതിലേ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച, ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് ഈ കാണുന്നത്. ഈ ബീച്ച് കണ്ടപ്പോൾ ഒരു സന്തോഷം, കാരണം ഇത്രയും നടന്ന് വിയർത്ത് നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഈ ഒരു ബീച്ച് കണ്ടപ്പോൾ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇനി ആ ബീച്ചിലേക്ക് എത്താനുള്ള വഴിയൊക്കെ വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഏതായാലും ഞങ്ങൾ റിസ്ക് എടുത്ത് ഇറങ്ങിപ്പോയി. പക്ഷെ അത് വേർത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബസ് സ്റ്റോപ്പിലേക്കുള്ള റൂട്ടൊക്കെ നോക്കി. അപ്പോൾ കുറച്ചും കൂടെ നടന്നാൽ ബസ് സ്റ്റോപ്പിൽ എത്തുമെന്ന് മനസ്സിലായി. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആ കുന്ന് മുഴുവനും കയറിയാലേ ഇനി ബസ് സ്റ്റോപ്പിൽ എത്തും എന്നുള്ളത്. അവിടെ പോയി കുറേ വെയിറ്റ് ചെയ്ത് ബസ് കിട്ടിയപ്പോൾ ബസ് ഞങ്ങൾ വിചാരിച്ചെടുത്തല്ല പോണത്. എന്നാൽ പിന്നെ പോണോടത്ത് ഇറങ്ങാന്ന് വിചാരിച്ചേ. അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് പിന്നെ ബസ് കിട്ടൂല, ഇനി ഫെറിയാണുള്ളത്. പോന്നപ്പോഴുള്ള ഫെറിൻ്റെ യാത്ര മിസ്സായാലും തിരിച്ചു പോയപ്പോൾ അത് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ ഓടി അതിൽ കയറിയതിന് ശേഷം ഞങ്ങൾ ആലോചിച്ചു, എന്നാൽ ഈ ഫെറി എവിടെ കൊണ്ടുപോയാണ് ഞങ്ങളെ ഇറക്കുക എന്നുള്ളത്.